ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും കാണാല്ലേ. ഞാൻ എവിടെ പോയി പിന്നെ തലച്ചോടുണ്ടാ ഇല്ല, കുഴപ്പമില്ല. ഇല്ല, പനിയെങ്കിൽ ഇപ്പൊ പറഞ്ഞു കേട്ടോ. പനിയില്ല പനിയില്ല. റെസ്റ്റ് എടുക്ക വെച്ചിട്ടാ. നമ്മൾ തോരുമ്പോഴുള്ളപ്പോൾ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു 4:50 മുതൽ അടിക്കണത്. എനിക്ക് ഒരു ഉറക്കം കഴിഞ്ഞ പിന്നെ ഉറക്കമൊന്നും കിട്ടില്ല. പിന്നെ നമ്മളിപ്പോ ഏകദേശം ഒരു 10 മണിക്കൊക്കെ കിടക്കുന്നുണ്ട് അല്ലേ? പിന്നെ നേരത്തെ 10 മണിക്ക് കിടന്ന് എന്തായാലും ഞാൻ 4 എണിച്ചിട്ട് പിന്നെ ഉണ്ണി ഉറങ്ങില്ല വെച്ചിട്ട് ഉണർത്താൻ പോയില്ല. പിന്നെ ഒരു 5:15 അപ്പൊ ഉണ്ണിനെ തോണ്ടി തുടങ്ങി. എന്ത് നല്ല ഭംഗിയിൽ ഉറങ്ങണ എന്നെ ഇത് തോന്നിയത് മനുഷ്യന് എല്ലാ മനസ്സാക്ഷി ഉറങ്ങണോരെങ്കിലും ഉറങ്ങിക്കോട്ടെ, ടെൻഷനില്ലാണ്ട്. പിന്നെ ഉണർന്നാലല്ല നമ്മുടെ യന്ത്രം ഷാർട്ടാക്കണമെങ്കിൽ കൊണ്ട് വേണ്ട വിഷയം ഫോണാണ് ഉദ്ദേശിക്കുന്നത്. ആൾക്കാർ വേറെ ഒന്നും തെറ്റരിക്കരുത്. ഫോണാണ് ഉദ്ദേശിച്ചത്. നമ്മളെ തൊഴില് നമ്മൾ യൂട്യൂബ് ചാനലാണല്ലോ. അപ്പം നമ്മൾ എണിച്ച് നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടേ? അതിനാണ് നമ്മൾ രാവിലെ എണിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ വൈകി എനിക്കുമ്പോഴേ നമുക്ക് തിക്ക് തീർത്തിയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാനോ കറക്റ്റ് ഒന്നിനും നമുക്ക് പറ്റില്ല. സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴേക്കൊക്കെ അപ്പം ഇനി നമ്മൾ സജീവമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. എത്രത്തോളം നടക്കുന്നുണ്ട് 100,000 ടെൻഷനും പ്രശ്നമില്ലാകുമ്പോൾ നമുക്ക് ഒന്നിരിക്കൊന്ന് ശ്രദ്ധ വലിയ പഠിക്കുക എന്നാണ്. ഇതിനും ഇതുപോലെ പ്രശ്നമുള്ള കാലഘട്ടത്തിലും കുക്കിംഗ് വീഡിയോ അപ്പം നമ്മളെ മേശയൊക്കെ കൊണ്ട് ഫ്രണ്ടിട്ട് കറക്റ്റ് ചെയ്തിരുന്ന ആൾക്കാരല്ലേ? അങ്ങനെ സിസ്റ്റം വരണല്ലോ ചേട്ടാ. നമ്മുടെ ഹോട്ടലിലത്തെ സ്റ്റവൊക്കെ പൊടി തട്ടിയെടുക്കണം. അത് തട്ടിയെടുക്കാൻ 2,000 വേണ്ടിയിരുന്നു. ആ തുരുമ്പതിൻ്റെ പെയിൻ അപ്പം അതിൻ്റെ ഇതൊക്കെ എടുത്ത് ഉരച്ച് മാറ്റേണ്ടി വരില്ല ചിലപ്പോ. ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് നോക്കിയാലേ ഏകദേശം മാറ്റേണ്ടി വരില്ല. അപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കണം. എന്നിട്ട് കാര്യങ്ങളുണ്ട്, 100,000 കാര്യങ്ങളുണ്ട് അല്ലേ? അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയല്ലോ. അടുത്ത സ്വീകരണ സ്ഥലം ഇത്രയേക്കാളും മുന്നേ എനിക്ക് മെയിനായിട്ട് നമ്മുടെ TV-ൽ അതൊരു ഭയങ്കര മനസ്സിന് നമുക്ക് ഭയങ്കര സത്യമാണ്. പൊന്നും കുഞ്ഞിനൊക്കെ ആ സമയത്ത് പോയെങ്കിലും ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് ഈ പ്രാവശ്യം ശബരിമല പോകും എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് ആ അയ്യപ്പ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് അച്ഛനും മക്കളെയും അന്വേഷണമായാലും മുപ്പുറക്കനായാലും ആ സ്വാമിമാരായിട്ട് കാണുമ്പോൾ അവർ ഇതൊരു രസമായിരുന്നു. സത്യം ഞാൻ പറഞ്ഞേ നിത്യസ്വാമിയാവാന്ന് ഐശ്വര്യല്ലേ
ഇതെങ്ങനെ സാമ്യാവുക? ഒന്ന് പറഞ്ഞ രണ്ടാമതിന് അപ്പം ഉമ്മ വയ്ക്കും. അതിപ്പോ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അതിങ്ങനെ കേട്ടോ. ഒന്ന് പറഞ്ഞാൽ ഇപ്പൊ രാവിലെ കഴിച്ചൊന്ന് ഇട്ടിട്ട് 3-4 ഉമ്മയായിട്ട് ഇങ്ങനെ തരും. അത് പിന്നെ ഞാനായാലും എൻ്റെ നടക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വയ്ക്കും. അത് ഞങ്ങൾ സ്വാഭാവികമായിട്ട് എപ്പോഴും ഇങ്ങനെ ഉമ്മ ചേർക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അത് സ്വാഭാവികമല്ല. ഈ ഉമ്മയ്ക്കാണ് ഇങ്ങനെ നിത്യസ്വാമിയാവുക, അതെനിക്കറിയാം. അവിടെയാണ് എൻ്റെ കൺഫ്യൂഷൻ. പിന്നെ ബാബുസ്വാമിയായോണ്ട് സ്വാമിയായാലും കുഴപ്പമില്ല. ഉമ്മാന്ന് പറഞ്ഞ മക്കളെ ഉമ്മയ്ക്കും അച്ഛനും അമ്മയും ഉമ്മയ്ക്കും ആ തരത്തിൽ കണക്കാക്കി മതി. ഉമ്മ കണക്കാക്കാൻ പറ്റുന്നില്ല. അത് ആ കണക്ഷൻ അവിടെ കിട്ടുന്നില്ല. കണക്ഷൻ വേറെ ഏത് മൈൻഡിലേക്ക് പോകണം. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ കുടുക്കും വയ്ക്കുമ്പോഴേക്ക് നോർമൽ കുഴപ്പമില്ല. പൊന്നും വെച്ചാലും കാർത്തും വെച്ചാലും ഈ ഉമ്മയ്ക്കൊക്കെ ഒരേ മൈൻഡ് എനിക്ക്. പക്ഷെ ഈ ഉമ്മയ്ക്ക് മൈൻഡിന് നമുക്ക് ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് വരും കേട്ടോ. എന്താ അതൊക്കെ പറ്റുമോ? ഇപ്പൊ പൊന്നുമ്മേൻ്റെ, കുഞ്ഞുമ്മേൻ്റെ, കുണിക്കുമ്മേൻ്റെ, കാത്തുമ്മേൻ്റെ ആ ഉമ്മയ്ക്കൊക്കെ ഒരേപോലെ ഒരേ ഫീലാണ്. അപ്പൊ കാത്തായാലും കുണുക്കനായാലും അവരൊക്കെ എനിക്ക് ഒരേ ഫീലാണ്. പക്ഷെ അതിനായിട്ട് ഉപയോഗം അത് ഫീലിന് കുളിരാണ്. അതൊരു ഫീല് വേറെ ഫീൽ. ആ ഒരു ഫീലല്ല നമ്മുടെ ജീവിതം അല്ലേ? ആ ഒരു ഫീൽ തന്നെയാണ് ഞങ്ങളുടെ ലൈഫിൽ. ഞങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നേരിട്ട് നിന്ന് അനേക പ്രശ്നങ്ങൾ അപ്പുറത്ത് കണ്ടെങ്കിൽ പോലും ഞങ്ങളത് പൊരുതുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സ്നേഹം കൊണ്ടുള്ള പൊരുതലാണ്. അതൊക്കെ കുറേയേറെ ലൈഫുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്നത് അവിടെ സ്നേഹബന്ധം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് കുറച്ച് സ്നേഹം തല്ലോട്ടും മെണക്കൊക്കെ ആവാം, അതൊന്നും വേണ്ടല്ലോ. ചട്ടിയും കലൊക്കെ ഇല്ല, അപ്പൊ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. അത് എല്ലായിടത്തുള്ളവരും ഇവിടെ ഉണ്ട്. അതെല്ലാം അല്ലാത്ത ചട്ടി പൊട്ടിച്ചിട്ട് വേറെ ചട്ടി തേടി പോകരുത്. ചട്ടിയാണ് പൊട്ടിച്ച് ഉടക്കരുത്. അത് തട്ടിയാലും മുട്ടിയാലും കേടുപാടും ഇല്ലാണ്ട് തട്ടാൻ മുട്ടാലും നമ്മൾ പഠിക്കണം. അതാണ്. പിന്നെ ചട്ടി കുറച്ച് മയങ്ങിച്ചിട്ട് തട്ടി പൊട്ടിച്ച് പിന്നെ പോകരുത്. പിന്നെ സൗന്ദര്യത്തിനോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് അല്ല ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ സൗന്ദര്യം കുറച്ചു അങ്ങനെയല്ല. എനിക്ക് അന്വേഷണമാവാം, അതൊക്കെ അങ്ങനെ സൗന്ദര്യം അതല്ല. പലർക്കും അങ്ങനെയാണ്, സൗന്ദര്യത്തിനോണ്ടായിരിക്കും. അല്ലെങ്കിൽ ലൈഫിൽ അവർ നമുക്ക് വിചാരിച്ച പോലെ നല്ല ലൈഫുകളും മുന്നോട്ട് പോവാം. പക്ഷെ നമ്മളിൽ കിട്ടിയ ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കാൻ പഠിച്ചാണ്ടല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു തല്ലോട്ടിട്ടില്ല അതൊന്നും പറഞ്ഞില്ല, നല്ല തല്ലോട്ടൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ സ്നേഹിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു മായം ചേർക്കാറില്ല. അത് പ്യൂർ വൈറ്റ്, നമ്മൾ വെള്ളത്തിൻ്റെ പ്യൂർ വൈറ്റ് കളറിലായിരിക്കും ഞങ്ങളുടെ സ്നേഹം. അതിൻ്റെ തരി കളർ ഞങ്ങൾ ചേർക്കാറില്ല അല്ലേ? തല്ലോട്ട് തന്നെ അടിപൊളി. ജാക്കി ജാൻ്റെ ഇടിപോലെ ഷാജി രസത്തിന് ഷാജി രാസിൻ്റെ സിനിമ വല്ല ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആവശ്യം. അത് കഴിഞ്ഞ് ഞാൻ എന്നെ കുറേ ഇരുന്ന് കരയും. ഈ മനുഷ്യൻ കരയൊന്നുമില്ല, ഞാൻ ഇരുന്ന് കരയും. ഞാൻ കരണ്ട് വരാറില്ല, എനിക്ക് എന്റെ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ഇത് ചെറിയ കാര്യത്തിന് അതിങ്ങനെ പെരുപ്പിച്ച് പ്രഷർ നോർമൽ ആയിട്ടുള്ള പ്രഷർ 169 എത്തിക്കണ കുറച്ച് കഴിവുണ്ടല്ലോ, അതാ പറയുന്നത്. അത് പ്രഷർ അതെന്തുകൊണ്ടാന്നറിയോ? അത് ആ സ്നേഹമുള്ളതുകൊണ്ടാണ് ഈ എന്നെ സംബന്ധിച്ച് എന്നെ വേണ്ട, മക്കളെ വേണ്ട, ഈ വീട് വേണ്ട എന്ന് വെച്ചാൽ ടെൻഷനില്ല, സെറ്റാണ്. പക്ഷെ ഇതൊക്കെ എന്റെ മാത്രാണെന്ന് ചിന്തിക്കണോണ്ടല്ലോ ചെറിയ ചെറിയ പ്രശ്നം. അതിന് വേറെ അവകാശം അല്ല. അന്വേഷണ ആര് സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടല്ല. അങ്ങനെയാണ്. അന്വേട്ട എന്റെ മാത്രാണ്. അതിന് യാതൊരു മക്കൾക്കടക്കം പരിമിതി അപ്പുറത്തേക്ക്. അതെ, ഞാൻ ഈ അതേച്ചിട്ട് അച്ഛനും മക്കളെല്ലാം കെട്ടുപിടിക്കുമ്പോൾ അത് കണ്ട് എൻജോയ് ചെയ്യാറുണ്ട് ഞാൻ. അവരുടെ സ്നേഹം ഇപ്പം മക്കളോടായാലും ഞാൻ ചോദിക്കും, അച്ഛനെ ഇഷ്ടം അമ്മേനെ ഇഷ്ടം. കുട്ടിക്കാരൻ്റെ പെണ്ണോട് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ എൻ്റെ പേര് പറയുമായിരിക്കും. എന്താ വെച്ചാൽ ഗൾഫുകാരൻ്റെ അച്ഛനെ അവരെപ്പോഴെങ്കിലും കാണുന്നതാണ്. ബാക്കിയുള്ള ടൈം ഫുള്ളും അമ്മയുടെ ഏട്ടൻ വരെ നടക്കുന്ന 2 മക്കളാണ്. അപ്പം കുണുക്കിക്കും അച്ഛനോടായിരിക്കും. പക്ഷെ കുഞ്ഞിലെ പൊന്നിനും അവർക്കും ചോദിക്കുമ്പോൾ പെട്ടെന്ന് അപ്പം ഞാൻ അങ്ങനെ പറയരുത്, അച്ഛനെ ഇഷ്ടം. അവരോട് എന്താ അച്ഛനെ സ്നേഹിച്ചിട്ട് ആണ് അടുത്തത് അമ്മയെ സ്നേഹിച്ചത്. ഏറ്റവും കൂടുതൽ അച്ഛനെയാണ് സ്നേഹിക്കുന്നത്. അങ്ങനെയാണ് കുണുക്കിന് പൊന്നിനെ കുഞ്ഞിനെ ഞാൻ
പറഞ്ഞ് ആ മൈൻഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അച്ഛനാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ടത്, അമ്മ മക്കളോട് നോക്കണല്ലോ, അച്ഛൻ നാട്ടിലോട്ട് കഷ്ടപ്പെടാണ്, അപ്പോൾ ഏറ്റവും കൂടുതൽ അച്ഛനെയാണ് സ്നേഹിക്കേണ്ടത്, നമ്മുടെ അച്ഛനാണ് എന്നൊക്കെയാണ് അവർക്ക് അവരേറ്റവും ആര് സ്നേഹിക്കണം അച്ഛൻ അല്ല, അങ്ങനെയല്ല അവർക്ക് പറഞ്ഞു കൊടുക്കുക എപ്പോഴും. കാരണം അമ്മേനെ അച്ഛനെ അമ്മ സ്നേഹിച്ചാലും നമുക്ക് സന്തോഷമാണ്. ആര് സ്നേഹിച്ചാലും അങ്ങനെ മുഖം പോകട്ടാണ്. എനിക്ക് പോവാറില്ല. അവരോട് ചോദിക്കും, തല്ലുണ്ടാക്കുമ്പോ അച്ഛന്റെ സൈഡിൽ നിന്നൊക്കെ ദേഷ്യം വരും. അപ്പം മുഖം പോണ്ടോ? നാളെ പൊന്നിയായിട്ട് നമ്പീരെ തല്ലോട്ടം കഴിഞ്ഞു. അവൾ അച്ഛന്റെ സൈഡിൽ നിൽക്കണം. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കും. അവൾ അറിയും അമ്മ എൻ്റെ പറഞ്ഞ അച്ഛൻ അങ്ങനെയല്ലല്ലോ. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ മൈൻഡ് നമ്മൾ ശ്രദ്ധിക്കണ്ടാകും. അപ്പോൾ അച്ഛൻ നമ്മൾ വിഷമിക്കണം. അമ്മോട് പിന്നെ വിഷമിച്ചാൽ അമ്മ കുറച്ച് കഴിഞ്ഞാൽ കൂടാ തിരിച്ചാട്ട മക്കളെ. അച്ഛൻ പിന്നെ സഹിക്കും, അമ്മ തീരെ സഹിക്കില്ല കേട്ടോ. അച്ഛന് മക്കളും അമ്മയുടെ അടുത്തുനിന്ന് പോണത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ അത് പറയാം. നിങ്ങളെല്ലാം ആരെയും എനിക്ക് വേണ്ടെങ്കിൽ എനിക്ക് ഈ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഫ്രീ ആണ്. പക്ഷെ ഞാൻ എല്ലാ പ്രശ്നങ്ങളിലും നിന്ന് പൊരുതുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ അച്ഛനും മക്കൾക്ക് വേണ്ടി. എൻ്റെ ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അനിയനായാലും ഈ വീടായാലും ഈ വീട്ടിലുള്ള എൻ്റെ മക്കളേനായാലും ഇതൊക്കെ ഞാൻ ഹാപ്പി ആയിട്ട് അത് വേണ്ട അധികം പറഞ്ഞത് നിങ്ങൾ തല്ലുകൊടി നിങ്ങൾക്ക് അങ്ങനെ ഒരു കുരുത്തുണ്ട്. പുകഴ്ത്തി പറഞ്ഞ് പുകഴ്ത്താലും റീൽസ് പോസ്റ്റ് ആയി കഴിഞ്ഞാൽ അന്നടി ഉണ്ടാക്കും പൊരിഞ്ഞടി. അതോ ഈ മനുഷ്യനാ ഞാനൊരു മനുഷ്യനാ. ഞാൻ തല്ലുണ്ടാക്കാറേ ഇല്ല. വായന നാമ വെറുതിരിക്കില്ല. അതൊക്കെ എന്റെ ജീവിതം മക്കളല്ലേ. മിണ്ടാണ്ട് കഴിഞ്ഞാൽ വാർഡുപടാവും. അപ്പോൾ കുറച്ച് കളർഫുൾ വേണം. അപ്പോൾ ഞങ്ങൾ റൊമാൻറ്റിക്കും. അപ്പോൾ ഞങ്ങളുടെ വീട് കളർഫുള്ളാവും. കുറച്ച് അടി ഉണ്ടാക്കുമ്പോൾ ഷാജി കൈലാസിന് സിനിമയാവും. ഇതൊക്കെ അവാർഡ് പടയ്ക്ക് പണ്ടേ ഇഷ്ടമല്ല. അധികം സംസാരിക്കാൻ ഇങ്ങനെ മൂടി അതൊക്കെ ഇഷ്ടമല്ല. ഞാൻ കല്യാണം ചെയ്യുമ്പോൾ എന്നോട് ഏകദേശം ഒരു അവാർഡ് പടമായിരുന്നു. ഇങ്ങനെ അടിപൊളിയാക്കി എടുത്തതാണ്, കളർഫുൾ. അല്ലാണ്ട് സത്യം എൻ്റെ ലൈഫിൽ ഞാനല്ല വേറൊരു പെണ്ണുകാരെ ഒരിക്കലും ഇത്ര കളർഫുൾ ആവില്ല. എനിക്ക് ഉറപ്പാ. എന്തൊന്നും പറ. അതങ്ങനെ അല്ല, നമുക്ക് അറിയാലോ ഓരോ പറഞ്ഞു ആക്കി പറ. അല്ല അത് തീർച്ചയായും ഞാനല്ല എൻ്റെ ലൈഫിൽ വേറൊരു പെണ്ണാണെങ്കിൽ ഒരു ഉത്തമ ഭാര്യ ആയതുകൊണ്ട് തന്നെയാണ് ഞാനും ഇത്രയും കളർഫുൾ ആയിട്ട്. അതേപോലെ തന്നെ ഞാൻ കാര്യം പറയാം, അന്വേഷണ സ്ഥാനത്ത് വേറൊരാളാണ് ഒരിക്കലും എനിക്ക് ഇതുപോലെ ലൈഫിൽ ഇപ്പോൾ ഒരു ഭാര്യയായിട്ട് നിൽക്കാൻ പറ്റിയിരിക്കില്ല കേട്ടോ. അന്വേഷണ സ്നേഹമാണ് ഈ എത്രയും വർഷം എന്നെ ഒരു നല്ല ഭാര്യയായിട്ട് പിടിച്ച് നിർത്തിയത് കേട്ടോ. ഒരു ഭാര്യ നല്ലതാണെങ്കിൽ അവിടെ ഭർത്താവ് നന്നാവണം, തിരിച്ചും ഒരു ഭർത്താവ് നന്നാവണമെങ്കിൽ ഒരു ഭാര്യ നന്നാവണം. ഞങ്ങളുടെ ലൈഫിൽ വെച്ചാൽ ഞങ്ങൾ 27 വർഷമായിട്ട് തമ്മിൽ ഒരു ശബ്ദത്തിൽ പേരിലടക്കം ഞാൻ പരസ്പരം വഞ്ചിച്ചിട്ടില്ല. അതാണ് അവിടെ തന്നെ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ വിജയം. ഞങ്ങൾ അതിന് ഈ ശബ്ദത്തിന്റെ വേറെ സുഖങ്ങൾ ഞങ്ങൾ തേടിയിട്ടില്ല. ഏറ്റവും വലിയ അവാർഡ് തരുന്നത് എനിക്കാണ് അല്ലേ. എന്താ വെച്ചാൽ ഒരു ഫോണോ ഒന്നും യൂസ് ചെയ്യാൻ, ഫോൺ കയ്യിലുണ്ടായിട്ട് നമ്മൾ ചാറ്റിങ് കാര്യങ്ങളല്ല. എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ വേണ്ട, ഉണ്ണിയുടെയിലുള്ള ഫോൺ എനിക്ക് മതി. എനിക്കിപ്പോ വിളിക്കാതെ ആരായാലും ഉണ്ണിക്ക് വിളിക്കാതെ തന്നെ. അത് തിരിച്ച് എൻ്റെ ഫോണിൽ ഞാനൊരു രഹസ്യ പാസ്വേഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളുടെ 3 ഫോണുണ്ട് വീട്ടിൽ. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ലതല്ലെങ്കിൽ ഒരു ഫോൺ നല്ലതെന്ന്. പക്ഷെ ആ ഫോണായാലും ഇവിടെ ഷേപ്പിക്കായാലും പൊന്നൂനായാലും കുഞ്ഞിനായാലും എല്ലാവർക്കും ആ ഫോണിൻ്റെ പാസ്വേഡാണ്. ഇന്നേരം അത് ഹൈഡ് ചെയ്തിട്ടില്ല. ഞാനും അതിനകത്ത് അങ്ങനെ ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള രഹസ്യങ്ങളാണ്. ആ രഹസ്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ അത് ഇന്നല്ല കേട്ടോ. മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയത്ത് ഞാനിടയ്ക്ക് മേടിച്ചതിനകത്ത് ഞാൻ ഒരിക്കലും എൻ്റെ മൊബൈൽ ഒരാൾ എടുക്കരുത് അങ്ങനെ സ്റ്റാൻഡ് പിടിക്കരുത്. അതിന് നമുക്ക് പ്രത്യേകിച്ച് രഹസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നമ്മൾ അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മുടെ ഫോണായാലും തുറന്നു വെച്ചൊരു പുസ്തകം. ഞങ്ങൾക്ക് ഇതുവരെ യൂട്യൂബിൽ നിൽക്കാൻ പറ്റുന്നതും ഞങ്ങളുടെ ലൈഫ് ഒരു തുറന്നു വെച്ചൊരു പുസ്തകം ആയതുകൊണ്ട് നമുക്കത് യൂട്യൂബിൽ വന്നിങ്ങനെ പറയാനുള്ള തൻ്റെ ഉണ്ടാവുന്നത് ഇങ്ങനെ അത് നമുക്ക് ഉറപ്പായതുകൊണ്ടല്ലേ. തീർച്ചയായും നമ്മളത് പെർഫെക്റ്റ് ആണ്. ഞാൻ തല്ലൂട്ടം അത് നിങ്ങൾ നോക്കണ്ട, അതൊക്കെ ഉണ്ടിട്ട് ഞങ്ങളുടെ ലൈഫിൽ അതില്ലാന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുക. അതൊക്കെ ഒരു വശത്ത് ഇങ്ങനെ ഉണ്ട്. നിങ്ങൾ ചിന്തിക്കല, നിങ്ങളുടെ ജീവിതമൊക്കെ ഇങ്ങനെ തന്നെയാണ്. നിങ്ങളെ തന്നെ പോലത്തെ നിങ്ങളുടെ ജീവിതത്തില് 27 വർഷമായിട്ടും നിങ്ങള്
എന്നും ഒരേമാതിരി പ്രേമിച്ചു പോകണം. പ്രേമിക്കായാലും പ്രണയം തന്നെയാണ് ഞങ്ങളുടെ ലൈഫിൽ. അത് കുറച്ച് ദിവസം പതിനെട്ട് അച്ഛൻ വെച്ചിട്ട് കുറച്ച് ദിവസം അതിനായിട്ട് മൂന്നിയപ്പോഴാണ് ഞങ്ങളുടെ ലൈഫിൽ കുറച്ച് തല്ലുവിട്ടത്. എനിക്ക് ഒരിക്കലും അതിനായിട്ടെൻ്റെ ആ ഒരു സ്നേഹം ഇല്ലാണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ ഒരിക്കലും. അനുവായിട്ട് സ്നേഹമാണ് സത്യമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ശക്തി. അതില്ലെങ്കിൽ ഞാൻ തളർന്നു. പിന്നെ അവിടെ ഒന്നിനും പറ്റില്ല, കുളിക്കാൻ പറ്റില്ല, പല്ലേക്കാൻ ഒന്നിനും പറ്റില്ല. അനുവായിട്ടിൻ്റെ ഫേസിന് ഒരു മാറ്റം, ഈ പെണ്ണും കാണുന്ന ഫേസിന് അനുഭവം അവരച്ഛൻ വെച്ചാൽ അങ്ങനെയല്ല. പക്ഷെ എനിക്ക് ഞാൻ പറയാം, എനിക്ക് പ്രത്യേകിച്ച് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. അച്ഛനില്ല, അമ്മയില്ല, കൂടപ്പുറപ്പുകളില്ല, ആരുമില്ല. എന്നെ സ്നേഹിക്കാൻ ഞാൻ പറയാം, എൻ്റെ മക്കളേനൊന്നും ഞാൻ ഇതിലേക്ക് ആക്കില്ല. പക്ഷേ ഈ ലോകത്ത് എനിക്ക് ഒരാളെ സ്നേഹം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ സ്നേഹം. അതില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് അത് തിരിച്ചു അതേമാതിരി തന്നെയാ. ഉണ്ണി ഒന്ന് ഡിമ്മായ ഞാൻ ഫുള്ളായിട്ട് ഓഫ് ആവും. അത്രേ ഉള്ളൂ. ഇത് വോൾട്ടേജ് കൂടി കുറച്ച് നിൽക്കണ മാതിരിയാണ്. ചിലപ്പോ പവർ കട്ടാവും. ഉണ്ണി ഡിമ്മായി തിരിച്ചു ട്രാൻസ്ഫോമർ കടിച്ചു. അതാണ് ഞങ്ങള് സത്യസന്ധമായിട്ട് എനിക്ക് ഈ നേരത്തെ എനിക്ക് പുലർച്ചെ 6:30 നേരാട്ടോ. അപ്പൊ ആ നേരത്ത് നമ്മൾ പറയണത് എന്താ വെച്ചാൽ, നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ആ ചെറിയ ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ടൈമിൽ ഇങ്ങനെ സംസാരിച്ച് പോയെന്നുള്ളൂ. അല്ലേ, അനിയേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞിട്ട് അനിയേട്ടൻ ഗൾഫിൽ പോകുമ്പോൾ എനിക്ക് വയസ്സ് വെറും 15 വയസ്സാണ്. അന്ന് തൊട്ട് ഈ നിമിഷം വരെ ഞാൻ അനിയേട്ടനിൽ അഡിക്റ്റ് ആയിരുന്നു. അന്ന് വെച്ചാൽ അന്ന് സത്യം പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു കളിപ്പാട്ട ടോയ്സ് കിട്ടി കഴിഞ്ഞാൽ അതിനോട് ഇഷ്ടമുണ്ടല്ലോ, ആർക്കും കൊടുക്കാണ്ട് കൊണ്ടു നടക്കുക എന്നുള്ളത് അന്നത്തെ ഒരു ഇഷ്ടം അതായിരുന്നു. എൻ്റെ നാവിനെയാണ് ഉദ്ദേശിച്ചത്, എനിക്കറിയുന്നു. പക്ഷെ എൻ്റെ ആ ലൈഫിൽ നിന്ന് ഞാനിങ്ങനെ ആ പ്രണയം ഇങ്ങനെ കൊണ്ടുവന്നത് ആ എഴുത്തുകളിലൂടെ കേട്ടോ. അതിനായിട്ടൊക്കെ ആഴ്ചയിൽ ഒരു 4 എഴുത്തേക്കും. 4 എഴുത്ത്, ഒരു എഴുത്തിലൊരു 4-5 പേജ് ഉണ്ടാവും. 1, 2, 3, 4, 5 തൊട്ടിട്ടാണ് എഴുത്ത് എഴുതുക. ഞങ്ങളുടെ പ്രണയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എഴുത്തുകളിലൂടെ. അപ്പോൾ ആ 45 ദിവസം കഴിഞ്ഞ് പോയി. പിന്നെ 15 വയസ്സ് ഒരു വർഷം ജനുവരി 2-ാം തീയതി ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോണത്. പിന്നത്തെ ജനുവരി 2-ാം തീയതി കല്യാണം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതിനായിട്ട് വരുന്നത് ഒരു കറക്റ്റ് ഒരു കൊല്ലം, പിന്നത്തെ ജനുവരി 2-ാം തീയതി അതിനായിട്ട് എൻ്റെ അടുത്ത് എത്തിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് ആ ഡേറ്റിൻ്റെ തന്നെ എത്തി. അപ്പോൾ എന്താ പറഞ്ഞത്, അതുവരെ നമ്മളാ മിസ്സിങ് നമ്മൾ ഇതാക്കി പോയത് നമ്മുടെ എഴുത്തുകളായിരുന്നു. ആഴ്ചയിൽ ഒരു ഫോണാണ് വിളിക്കുക പാപ്പൻ്റെ വീട്ടിൽ. അതൊരു 5 മിനിറ്റ് 30 റംസിന് ആദ്യം അത് ഇടുമ്പോഴേക്കും വെള്ളിയാഴ്ച അതായിട്ട് ബോത്തലിക്ക് ഇടുമ്പോഴേക്കും നല്ല തിരക്കുള്ള ദിവസമല്ലേ. ഇത് വെറുതെ കൂന്ന് പറയുമ്പോഴേക്കും 30 റംസ് എന്നുള്ള 28 ഉണ്ടാവും. അങ്ങനെ കുറച്ച് നമുക്ക് ശബ്ദം വരുമ്പോഴേക്കൊക്കെ വരും. അത് ശബ്ദം വിഷമം അല്ല, നമ്മളെ ശബ്ദാനായിട്ട് അല്ല ഉണ്ണിയെന്ന് വിളിക്കുമ്പോഴേക്കും നമുക്ക് ആകെ ഒരു മരവിപ്പാണ് സത്യം. ഉണ്ണി എന്നുള്ള വിളി, ഉണ്ണി എന്താണ് വിശേഷം, ആരും കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്നറിയും. ഇല്ല, അപ്പഴേക്ക് പിന്നെ പകുതി മനസ്സ് അത് കഴിയാൻ കാശ് കഴിയുമ്പോഴുള്ളൂ. നമുക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ദൈവം അനുഗ്രഹിച്ച് ഹൈടെക് ഒക്കെ ആയ കാലഘട്ടം. പിന്നെ ഇന്ന് രാത്രി വിളിച്ചാൽ രാത്രി 12 മണിക്ക് പോകുന്ന നേരം വിളിക്കുന്നത്. പിന്നെ കണ്ടിട്ടായി സംസാരം. അങ്ങനെ ഞങ്ങളുടെ ലൈഫ് എപ്പോഴും ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നു. സന്തോഷം. നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ കാശും പദവിയിലും ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ഏതൊരു കൂടുതൽ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ അടിച്ച് തല്ലൂട്ടാവും. ഇന്നില്ല, അല്ല നമ്മളായിട്ടല്ല, ചില ഏതെങ്കിലും വഴിയിൽ പോകണം. ഞങ്ങൾക്കല്ലെങ്കിൽ ഞങ്ങളായിട്ടുള്ള തല്ലൂട്ടല്ല, വല്ല വലയും പിടിച്ചുള്ള അടിയുണ്ടാവുക. എവിടെയെങ്കിലും വല്ല വലകൾ വരും നമ്മുടെ ലൈഫിലേക്ക് കുത്തിത്തിരിപ്പ് കൊണ്ട്. അതേ മറ്റുള്ളവർ കുത്തിത്തിരിപ്പ് വിശ്വസിക്കാന്നല്ല. അപ്പം നമ്മൾ അങ്ങനെയല്ല, ഇത് ഇങ്ങനെയല്ല, അത് പറഞ്ഞിട്ട് ചിലപ്പോൾ ഞങ്ങൾ നമ്മൾ തെറ്റുള്ളതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിസ്സാരം അനുവേട്ട നോക്കിയില്ല, അതിനായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നില്ല, ഇതിനൊക്കെ എനിക്ക് ഞാൻ കൂടുതൽ നല്ലോട്ടം. അപ്പൊ 2-3 ദിവസം മുന്നേ അല്ലേ ഉണ്ണിയാള് സ്കൂളിൽ നിന്ന് വിട്ട് വന്ന ആവശ്യം അത് ട്യൂഷന് കുറച്ച് നേരം വേണ്ടിട്ടുള്ളത് പറഞ്ഞു. അപ്പൊ സിറ്റ് ഔട്ടിലെ ഇന്നലത്തെ വീട്ടിലെ ഭാഗമുണ്ട് ഉണ്ടാ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഉണ്ണിയാൾക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പൊ ഞാൻ എന്താ വെച്ചാ അത് ഇനിയിപ്പൊ എല്ലാ സാധനങ്ങളും ഒരു നേരം എൻ്റെ അടുത്ത് മാറി എനിക്ക് സഹിക്കില്ല. ശബ്ദം വീട്ടില്
ഞാൻ എന്താ കരുതി എല്ലാ ഭക്ഷണം ഉണ്ണിക്കുള്ള ഭക്ഷണം അതിലുണ്ട്. അപ്പൊ എനിക്കുള്ള ചോറ് ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം ഞാൻ എടുത്തിട്ട് സിറ്റ് ഔട്ടിലേക്ക് പോകണ്ടല്ലോ, അവിടെ ഇരിക്കാനും നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മളെല്ലായിടത്തും അതില്ല. അതാണ് സ്നേഹമില്ല അല്ലേ? സ്നേഹം കുറഞ്ഞാലും അടിയാവും. അപ്പൊ ഇനി നമുക്ക് അടുത്ത പണിയിൽ നോക്കാം. ഓക്കെ, ഒരാൾ അടിച്ചൊരു പകുതിക്കാക്കിണ്ട്. ഞാൻ പോട്ടെ, പല്ല് വെച്ചിട്ടേ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഞാൻ അടുത്ത പണി അപ്പോൾ സെറ്റ് ആവും. അങ്ങനെ കുറച്ച് നേരത്തെ ഞങ്ങളുടെ നേരത്തെ ചിലപ്പോൾ കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ പോയിരുന്ന്, നമുക്കത് നേരം കിട്ടുമ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ പോയിരുന്ന് നമുക്കിങ്ങനെ കുറച്ച് നേരം തന്നെ ഒരു മാസം ഈ കാറ്റും തണുപ്പും കൊണ്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടാളും പല്ലേക്ക് വന്ന് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ കയ്യിൽ താങ്ങി പിടിച്ചിരിക്കുന്നത് വേറെ ഒന്നല്ല, പൽപ്പൊടിയാണ്. ആദ്യമായിട്ട് എന്നിട്ട് പൽപ്പൊടി ബ്രഷ് വെച്ച് പല്ലേക്കും, അത് കഴിഞ്ഞിട്ടാണ് പേസ്റ്റ് വെച്ചിട്ട് തേക്കാട്ടോ. ഞാൻ ചില സമയത്തൊക്കെ പൽപ്പൊടി എടുത്ത് തേക്കിട്ട് എനിക്ക് പൽപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴത്തെ ഇവർ ആദ്യം മുക്കിയരി കൊണ്ട് പല്ലേക്കുക, പിന്നെയാണ് പേസ്റ്റ് കൊണ്ട് തേക്കുക, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇവർക്കത് നിർബന്ധമാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വീണ്ടും ആ ശീലം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് അരി കുറച്ച് അരി അടപ്പത്തിട്ടു, ചെറിയൊരു കുഞ്ഞു കലത്തിൽ അരി അടപ്പത്തിട്ടു. ഇപ്പുറത്ത് ഇത് ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പണികളൊക്കെ വേഗം ചക പോകാന്ന് വെച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എത്ര നേരത്തെ വെച്ചാലും എന്തൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ലാസ്റ്റ് സമയമാകുമ്പോൾ ഞങ്ങൾക്ക് ഒരു പടച്ചിലും തിരക്കും ബഹളം കേട്ടോ. ഉണ്ണുള്ള കാര്യത്തിൽ അത് ഇന്നെന്നല്ല എന്നും നമ്മൾ എത്ര നേരത്തെ വെച്ചാലും ആ പോണ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ഒരു സമയത്ത് ശബരിമലയ്ക്ക് പോകുന്ന സമയത്തൊക്കെ നേരത്തെ എണീക്കുമ്പോൾ ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ നേരത്തെ എത്തോട്ടെ, ഒറ്റ കുട്ടികളും വന്നിട്ടില്ല, ഞങ്ങളവിടെ വണ്ടി ഇട്ടിട്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കും കേട്ടോ. അങ്ങനെയുണ്ട്. ഇപ്പോൾ പിന്നെ ഉണ്ണുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളതും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് സമയം കിട്ടുക. നമ്മൾ ഫുഡ് ഉണ്ടാക്കി അവർ കൊടുത്തേക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അവർക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അവരുടേതായ ഒരു കാര്യങ്ങളുണ്ട്, അതിൽ സെറ്റാവണം കേട്ടോ. അപ്പോൾ ഒരു കിട്ട് ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ചെടുത്തിട്ട് ഈ തോരനാക്കിയിട്ട് ചീര തോരൻ ഉണ്ടാക്കി വെച്ചു. പിന്നെ അതിന് കുറച്ച് ഒരു കെട്ട് ചീരയിൽ നിന്ന് പകുതിയാണ് തോരൻ, ഒരു കാവശം ഞാനെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. വേറെ നല്ല നാളെ പരിപ്പും ചീരയുടെ അരി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ കുറച്ച് കടുക് പൊട്ടിച്ചു, നമ്മൾ തക്കാളി കറി ഉണ്ടാക്കാം കേട്ടോ. ഇഡ്ലിക്കുള്ള തക്കാളി കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഈ സമയം നോക്കിയെന്നപ്പോൾ അതിനോട് ഉണ്ണിയെ സമയമായി 3:45. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എവിടെയാണ് കേട്ടോ നമ്മുടെ സമയം ഇങ്ങനെ മിസ്സായി പോയത് ചോദിച്ചിട്ടാണ് ഈ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അപ്പോഴേക്കാനിട്ട് പറഞ്ഞു ഉണ്ണുകൾക്ക് കൊണ്ടുള്ള കറിയൊന്നും ആയില്ലല്ലോ പറഞ്ഞു. ചോറും ചീരപ്പേരൊക്കെ ആയി, ഇഡ്ഡലി. അപ്പോൾ ഞാൻ ഇല്ല കേട്ടോ തക്കാളി കറി ഉണ്ടാക്കണം. അപ്പോഴേക്കാനായിട്ട് വേഗം സബോള അരിഞ്ഞു, തക്കാളി അരിഞ്ഞു, ഞാൻ കടുക് പൊട്ടിച്ചു, അതിലേക്ക് സബോള ഇട്ടു. പിന്നെ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കൂടി അപ്പോഴേക്കും സ്നാക്സിലേക്കുള്ളതൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ ചില ദിവസം ചിക്കൻ കേസോ അല്ലെങ്കിൽ ചിക്കൻ പോപ്കോണോ അങ്ങനത്തെയൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനത്തെ കൊണ്ടുപോകണം. എന്താ വെച്ചാൽ രാവിലെ ഒരു കഴിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അവരെന്തെങ്കിലും കഴിക്കും, വിശപ്പ് മാറുമല്ലോ. ഇനി ചിക്കൻ കേസ് കുറച്ച് ചിക്കൻ മേടിച്ചിട്ട് ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. ഇത് ഞാൻ ലുലുവിൽ പോയപ്പോൾ മേടിച്ച് കൊടുത്തത് കേട്ടോ. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വണങ്ങി വരുമ്പോൾ ഇതേ ഇവിടെ ഒരാൾ ഇതാണ് മുതല്, ആർക്കും ശരിയാക്കാത്ത നീതിയാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞിന് വളർന്ന കാലഘട്ടം എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു കുഞ്ഞിൻ്റെ വളർച്ചകളിൽ ഫുള്ളും. എനിക്ക് തുണയ്ക്കൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവരെ വളർത്തുമ്പോൾ ഹെൽപ്പറായിട്ടുണ്ട് അന്വേട്ടം കൂടെ ഉണ്ട് കേട്ടോ. പക്ഷേ കുഞ്ഞിനൊന്നും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവരൊക്കെ നല്ല സ്മൂത്തായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കാനും പിടിക്കാനും ഒക്കെ പറ്റിയിരുന്നു. 8:15 വണ്ടി കഴിയുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ എല്ലാ പണികളും കഴിഞ്ഞ് ഞാൻ അവരവിടെ എത്തിച്ചേർന്നു കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എത്ര സമയം ഉണ്ടെങ്കിലും മതി. ഇപ്പോൾ സമയത്തിന് 9 മണിയാകുമ്പോൾ നമുക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ. 9:05 ആകുമ്പോഴേക്കും സ്കൂളിലേക്ക് എത്തും. 3 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അന്ന് നല്ല റോഡ് പണിയൊക്കെ കഴിഞ്ഞ് നല്ല ക്ലീൻ ആയപ്പോൾ പെട്ടെന്ന് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ടാൾക്ക് പേസ്റ്റ് എടുത്ത് കൊടുത്ത് പല്ല് വയ്ക്കാൻ പറയാം കേട്ടോ. അപ്പോൾ കുണിക്കും മോളിങ്ങനെ എട്ടഞ്ഞ് നിൽക്കട്ടെ, ഇങ്ങനെ മസ്ക് ഇട്ടിട്ട് പിടിക്കണം. ഹലോ വൈസ്, അപ്പോൾ നമ്മൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ എന്താ പറയുക ട്യൂഷന് മുറ്റത്ത് ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ചോറ് കറി, ചോറുണ്ട്, തൈലുണ്ട്, പിന്നെ അച്ചാർ തോന്നുന്നു, അത്ര മാത്രമല്ലോ കഴിക്കല്. അപ്പോൾ എന്താ പറയുക
അത് കഴിഞ്ഞിട്ട് ട്യൂഷനൊക്കെ ആക്കി അവർ ഭക്ഷണം കഴിച്ച് ട്യൂഷൻ ആക്കിയതിന് ശേഷം ഒരു 5 മണിയാകുമ്പോൾ മാം വിളിച്ചു കേട്ടോ. 3:30 ട്യൂഷൻ എഴുതിയിട്ടാ. ഒരു 5 മണിയാകുമ്പോൾ മാം വിളിച്ചു. അവർ ക്രിസ്മസ് സെലിബ്രേഷനാണ് ട്യൂഷനിൽ. അപ്പോൾ ഉണ്ണികളെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി കൊടുത്തേക്കും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരെ പോയി കൊടുന്നു. ചൂടെള്ളം വെച്ച് വെച്ചിട്ട് ഞങ്ങൾ പോയത് കേട്ടോ. ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വന്നിട്ട് അവരെ കുളിപ്പിച്ചു. ഞാനും മേല് കഴുകിയിട്ടാണ്. ഉച്ച കഴിഞ്ഞിട്ടുള്ള മേല് കഴുകാണ്ട് ഞാൻ തലയും കുളിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടവേദന വരുമെന്ന് അറിയില്ല. അങ്ങനെ പക്ഷേ ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് 5 മണിയാകുമ്പോൾ ഇവരെ വിട്ടിട്ട് പിന്നെ ഞങ്ങൾ 2-3 കിലോമീറ്റർ അകലെ ഒരു തുണിക്കട ഉണ്ട് കേട്ടോ. അവിടെ പോയപ്പോൾ 140 രൂപയുടെ ബനീനെ കുണുക്കിട്ടാണ് 110 രൂപയുടെ ബനീനായിട്ടാണ് കുണിക്കുമ്പോൾ. അപ്പോൾ ചുവപ്പോ വെള്ള വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ സ്കൂളിലേക്ക് ഇനി ചൊവ്വാഴ്ച സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ അവിടേക്കും ഡ്രസ്സ് കണ്ടെത്തണം. അപ്പം ഞാൻ ചെയ്തു ഒരു 110-ലും 140-ലും ഒതുക്കി മൊത്തം 250 രൂപയുടെ 2 ബനീനും എടുത്ത് വന്നു കേട്ടോ. അപ്പോൾ ഒരാളെ കളി ഡാൻസൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് അവർ കൊടുക്കുന്നത്. ഞങ്ങൾ പൊതിഞ്ഞിട്ടൊന്നുമില്ല. ഇന്നലെ രാത്രി തൊട്ട് അവരെ കുഞ്ഞ് ഗിഫ്റ്റ് മേടിച്ചു കേട്ടോ. നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ചിട്ട് കുഞ്ഞ് ഗിഫ്റ്റുകളൊക്കെ മേടിച്ചു. രണ്ടാളും മേക്കപ്പ്. അപ്പൊ ഇത് നമ്മുടെ ട്യൂഷൻ ഒരു പരിപാടി ഉണ്ട് ഗൈസ്. അവർക്ക് അവര് ഒരു പേപ്പർ എന്ത് പരിപാടിയാ അത് പറയാതെ ക്രിസ്മസ് സെലിബ്രേഷൻ പറഞ്ഞു. പിന്നെ നമ്മള് ട്യൂഷന് പോവാണ്. ട്യൂഷന് പോയി കഴിഞ്ഞു. സ്കൂളിൽ വിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് കുട്ടികൾ വന്നിരിക്കുന്നത് കേട്ടോ. ട്യൂഷൻ ക്ലാസ്സില് ക്രിസ്മസ് സെലിബ്രേഷൻ ടീച്ചറെ വിളിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളെ കാണാണ്ട് വേഗം പോവാ. ബൈ. ഉണ്ടാവണല്ലോ. നോക്കിയതാ ചേട്ടൻ കൊണ്ട് ഞാൻ പറഞ്ഞത് ആ ചേട്ടൻ കിട്ടും. എന്നെ ചെവി അടിച്ചു പോയത്. ഉന്നാളെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇടയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പം അവരവിടെ കേക്ക് കാര്യങ്ങളൊക്കെ തിന്നും. ഞങ്ങൾക്ക് കേക്കൊന്നും ഇല്ലാത്താനും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരല്ലേ കൊതു വേവാ. ഉണ്ണോളേനെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇറക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ട്യൂഷൻ ക്ലാസ്സിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ പിന്നെ അവർ സ്കൂൾ വിട്ട് വന്ന് ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ശേഷം കേട്ടോ സെലിബ്രേഷൻ. ഒരു 5:30 ആകുമ്പോൾ ഞങ്ങൾ പോയിട്ട് കൊടുന്നു. 5 മണിയാകുമ്പോൾ ഇത് രണ്ടാൾക്കും ഓരോ പെയിൻ്റ് എടുത്ത് കൊടുത്തു. റെഡ് ഡ്രസ്സ് ഇല്ല അവരിൽ. അപ്പോൾ ഓരോ 110 രൂപയുടെ 140 രൂപയുടെ ഓരോ പെയിൻ്റ് എടുത്തു. അവരെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി അവരെ ക്രിസ്മസ് സെലിബ്രേഷൻ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു ചായ കുടിക്കാറില്ല ഈ നേരത്ത്. ഞാൻ ഉച്ചയ്ക്ക് ചോറൊന്നും ഉണ്ടല്ലേട്ടൊന്ന്. എന്താ കഴിക്കാൻ രാവിലെയും പ്രത്യേകിച്ച് ഒന്നുമില്ല, ഉച്ചയ്ക്കും പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്ക് ചോറൊന്നും കഴിക്കാൻ തോന്നില്ല. ഞാൻ ഡേറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെഡ് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിനോടൊക്കെ വെറുപ്പ് വാങ്ങാൻ തന്നെ. ഇപ്പം അതാണോ എന്താണോ ഇന്നെൻ്റെ മുട്ട ബജ്ജി ഞാൻ തോന്നി. ഞാൻ പോകുമ്പോൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെട്ടിക്കടവ് കൊണ്ടുപോകാൻ നേരം കൊണ്ടുപോയിട്ടില്ല. നേരത്തെ സാധനം കൊതു ചായക്കടവില്ലേ നല്ല കൊതുണ്ടായി കേട്ടോ. നേരത്തെ കയറിയതാ അടിക്കണ്ട പുറത്ത് ചോറിയാണോ ചടിച്ചോടുത്ത് ചോറിയാണോ അടിച്ചോടുത്ത് ചോറാണ്ടിരിക്കുക കൊതുകടിച്ച്. കഴിയാറായ സാധനം പഴമ്പൊരു ധാരണ കാണുന്നുണ്ട്. ഞാൻ അടച്ചുണ്ടാവും ദേശത്തിനകത്ത് ഒരു ഇന്നത്തൊക്കെ നടക്കാറുണ്ട് അല്ലേ. ആ സാധനങ്ങൾ കഴിഞ്ഞാൽ പടയ്ക്കും അടയ്ക്കും എണ്ണക്കടി കഴിഞ്ഞു. എണ്ണക്കടി കഴിഞ്ഞു ഈ കൊതാ പതുക്കെ കടിക്ക്. ഇനി ഞങ്ങള് കുറച്ച് നേരം ഇത് കഴിക്കട്ടെ. അങ്ങനെ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ വെച്ചാൽ സവാളയുടെ ഒരു മധുരിപ്പും ചമ്മന്തിയും. ഇത് ഗൾഫില് നോമ്പ് തുറ സമയത്ത് സ്പെഷ്യലാ.
നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. ഒരാഗ്രഹത്തിന് 20 രൂപയല്ലേ അല്ലേ? ചമ്മന്തി രസമുണ്ട്. ചമ്മന്തി നല്ല ചമ്മന്തിയാണ്. കൊതോ ഒരു ചായ കുടിക്കല്ലോ, വേറെ തെറ്റും ചെയ്തില്ലല്ലോ. ചായ കുടിക്കണല്ലോ, ഒരു വേറെ തെറ്റും ചെയ്തില്ലല്ലോ. കടിച്ചിട്ട് ഒന്നും നല്ല ഉണ്ണി. ആ വണ്ടിയിലത്തെ വെള്ളം പോയി തട്ടിപ്പോയില്ലേ, അപ്പൊ ഞാന് തുറക്കാൻ വേണ്ടി തുറന്നത്. ചമ്മന്തി അല്ല കേട്ടോ, എനിക്കാണ് ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തതാണ്. ഇനി കേക്ക് മുറിക്കലുണ്ടാവും, പിന്നെ എന്തൊക്കെയാ ചോദിച്ചോളൂ. കേക്ക് മേടിച്ചെന്നില്ലല്ലേ? മറക്കോ പ്ലം കേക്ക് എങ്ങോട്ടാ എങ്ങോട്ടാ? ഞാൻ ഉണ്ണിക്ക് ഒരു 1/2 കിലോന്റെ പ്ലം കേക്ക് മേടിക്കാൻ പോകുകയാണ്. ഉണ്ണിയെ പോരുന്ന കൂടെ? ഇല്ല ഇല്ല, പോയിട്ട് പോയിട്ട് 1/2 കിലോ തന്നെ മതിയാ? 1/2 കിലോ മതി. അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ അതിനായിട്ടേക്ക് ഒരു 1/2 കിലോൻ്റെ പ്ലം കേക്ക് മേടിക്കാൻ പോയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം അതിനായിട്ട് ചോദിക്കുന്നത് ഞാൻ അതെന്തെങ്കിലും 1/2 കിലോൻ്റെ പ്ലം കേക്ക് അത് കഴിക്കാനൊരു ആഗ്രഹം, അത് മതി എന്നാണ് കേട്ടോ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന പ്ലം കേക്ക് എല്ലാട്ടേക്ക് കിട്ടിക്കാൻ ഒരു ഭയങ്കര നിരാശയുണ്ട്. സ്മിതാസ് എന്നെല്ലാം പോലെ കിട്ടുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ടേസ്റ്റിൽ ഇത് വേറെ വല്ല പ്ലം കേക്കാണോ, വേറെ എന്തെങ്കിലും സ്പെഷ്യലാണോ എന്നല്ല, എനിക്ക് അത്രയ്ക്കാണ്ട് ഇഷ്ടം തോന്നിയില്ല. ആ പ്ലം കേക്കിനോട് ഭയങ്കര ആവേശത്തിൽ ചാടി എഴുന്നള്ളി പോയതാണ്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരിക്കുന്നു. ഈത്തപ്പഴത്തിന് അങ്ങനെ എന്തെങ്കിലും വേറെ വെറൈറ്റി ആയിരിക്കും. പക്ഷേ എനിക്ക് സാധാ നമ്മുടെ പ്ലം കേക്കിൽ നമ്മുടെ പണ്ടത്തെ കാലത്ത് അധികം മധുരങ്ങളോ അധികം നട്ട്സുകളോ കാര്യങ്ങളോ ഇല്ലാത്ത പ്ലം കേക്ക് പഴയ കാലഘട്ടത്തിൽ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതും ഒരു കട്ടൻ ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ച് തലയും കുത്തി ചാടി എഴുന്നള്ളി പോയതാണ്. പക്ഷെ നമ്മുടെ പട്ടി ചന്തയ്ക്ക് പോയ പോലത്തെ അവസ്ഥ, നമ്മൾ ആഗ്രഹിച്ചതൊന്നും കിട്ടില്ല. ചില നേരങ്ങൾ അങ്ങനെയാണ്, നമ്മൾ എന്താഗ്രഹിച്ചാലും കിട്ടില്ല. അങ്ങനെ ക്രിസ്മസിന്റെ ഗിഫ്റ്റ് ആരാണ്? ആദിദേവ് ആരാ? മൂത്തത് രണ്ടാമത്തെ ഏട്ടനാ? മൂക്കാത്ത അങ്ങനെ മൂത്ത വലിയ ചേട്ടന് ചെറിയ ചേട്ടൻ ആദിദേവിക്ക് ചെറിയ ചേട്ടൻ. എൻ്റെ മോനെ മനസ്സിന് ഇഷ്ടമുള്ള ആൾക്കാരെ തന്നെ കിട്ടിയിട്ടോ, അവൻ്റെ ഫേവറേറ്റ് ആൾക്കാരല്ലേ ആദികേശ് ആദിദേവും. അപ്പം അവരുടെ തന്നെയാണ് എൻ്റെ മോന് ഗിഫ്റ്റ് ചെയ്ത്. എന്താണ് ഗിഫ്റ്റ് ചെയ്ത്? അതിൻ്റെ ഉള്ളിൽ ഷിപ്പാ തോന്നുന്നു അല്ലേ? അത് നമ്മുടെ ഷോക്കേസിൽ വെക്കാം. വയ്ക്കും ഉണ്ടോ? പ്രത്യേകിച്ചൊന്നും നമ്മുടെ ഷോക്കേസിൽ ഭംഗിയുള്ളതൊന്നും ഇല്ല. അപ്പം ഈ അവരുടെ ഗിഫ്റ്റുകൾ വെക്കട്ടെ. ഇപ്പം കുറച്ച് കാലം കേട്ടോ, നിൽക്ക് ഞാനത് ഗിഫ്റ്റിന് അതിൻ്റെ ഒരെണ്ണം പോയിന്റ് പെൻസില് നമുക്ക് നോക്കി നോക്കാം. കുട്ടിയുടെ ഗിഫ്റ്റ് എവിടെ? കുട്ടിയുടെ ഗിഫ്റ്റ് എവിടെ? ബാഗ്, ഹാൻഡ് ബാഗ്. ആ പെൻസിലിന്റെ ഒരു മോനെ പോയി അതാണ് അടങ്ങിയിരിക്കുന്നത് കേട്ടാ. അതാണ് കേട്ടോ ചെക്കമ്മയുടെ ഗിഫ്റ്റ് കിട്ടിയത്. ഇഷാൻ തന്നതാ. ഡാമിനല്ല ഇഷാനെ ഇരിക്കണേ കാർഡുമേ. ഇഷാനെ തന്നു. അല്ല ഇഷാന്റെ ഇതില്ലേ അങ്ങനെ ഞങ്ങൾ ഡബ് ചെയ്ത് ഭയങ്കര ആവേശത്തിൽ ആ ക്രിസ്മസിൻ്റെ കേക്ക് കട്ടിന്. അപ്പോൾ നമ്മുടെ കുണിക്കുമോളെ കാണാത്ത വരുന്നില്ല. കുണിക്കുമോളെ എന്തൊക്കെയോ പറഞ്ഞ് തല്ലുണ്ടാക്കിയിട്ട് വരുന്നില്ലാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആ കേക്ക് കൊടുന്ന് കട്ട് ചെയ്ത് ഞങ്ങൾ കഴിക്കാട്ടോ. അപ്പം എനിക്ക് കട്ട് ചെയ്ത കഷ്ണം കണ്ടപ്പോൾ എന്നെ മനസ്സിലായി ഞാൻ ആഗ്രഹിച്ച മോഡൽ കേക്കല്ല എന്നെ തേടി എത്തിയത്. അപ്പോൾ ആ ഒരു നിരാശ എനിക്ക് ആ കഴിക്കുമ്പോൾ ഉണ്ട് കേട്ടോ. ആ മുറിച്ച പീസില്ലാതെ ആ ഒരു പീസ് ഞാൻ നേരെ മുറുക്കിനോട് തിന്ന് തീർത്തു കേട്ടോ. അത്ര തിന്നല്ലോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളുമായിട്ട് നമ്മൾ നാളെ വരുന്നതാണ്. അപ്പോൾ ഭയങ്കര മധുരം, എനിക്ക് അത്ര മധുരം കേക്കിന് ഇഷ്ടമില്ല. ഇടയ്ക്ക് ലൈറ്റ് മധുരമുള്ള പ്ലം കേക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.